പൊന്നാനിയിൽ അറബി ഭാഷാ സാംസ്കാരിക പഠന കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. പൊന്നാനി ആസ്ഥാനമായി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരിലാണ് പഠന കേന്ദ്രം ആരംഭിക്കുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരള സർവകലാശാല അറബിക് വിഭാഗം സംഘടിപ്പിച്ച രാജ്യാന്തര കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കേരളത്തെക്കുറിച്ചുള്ള ആധികാരിക ചരിത്രരചനയ്ക്ക് തുടക്കം കുറിക്കുകയും നിരവധി അധിനിവേശ വിരുദ്ധ കൃതികൾ രചിക്കുകയും ചെയ്ത ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന് അർഹമായ ആദരവ് നൽകാനാണ് കേരള സർക്കാരിൻ്റെ തീരുമാനം. മധ്യകാലഘട്ടത്തിലെ അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വളർച്ചയിൽ നിസ്തുല പങ്കുള്ള അറബി ഭാഷയോട് സംഘപരിവാർ സംഘടനകളും കേന്ദ്ര സർക്കാരും കാണിക്കുന്ന നിഷേധ സമീപനത്തിലെ അനൗചിത്യവും പ്രഭാഷണത്തിൽ തുറന്നുകാട്ടിയെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ സെഷനുകളിലായി നടന്ന സെമിനാറിൽ സൗദി അറേബ്യ, ഒമാൻ, ലിബിയ, തുനീഷ്യ, അൾജീരിയ, കെനിയ, ഈജിപ്ത്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ സർവകലാശാലകളെ പ്രതിനിധീകരിച്ചു അധ്യാപകർ, സാഹിത്യകാരന്മാർ, ഭാഷാ വിദഗ്ധർ എന്നിവരാണ് പങ്കെടുത്തതെന്ന് മന്ത്രി ബിന്ദു അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അടുത്ത വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പരിശീലന പരിപാടി ഒരുക്കിയെന്ന് മന്ത്രിയും അറിയിച്ചു. കോളേജ് തലത്തിൽ നടപ്പിലാക്കേണ്ടി വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് സർക്കാർ കോളേജുകളിൽ പുതുതായി നിയമനം ലഭിച്ച പ്രിൻസിപ്പാൾമാർക്ക് പരിശീലന പരിപാടിയൊരുക്കി ആവശ്യമായ വിശദീകരണവും പരിപാടിയിൽ നൽകി. സർക്കാർ കോളേജുകളിലെ സൗകര്യവർദ്ധനവിനും മറ്റു വികസനത്തിനും ഉതകുന്ന വിധം പ്രിൻസിപ്പാൾമാർ ചുമതലകൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെപ്പറ്റി പങ്കെടുത്തവർക്കിടയിൽ വ്യക്തത വരുത്തിയെന്നും മന്ത്രി അറിയിച്ചു. കേരള ചരിത്രത്തിൽ വഴിവിളക്കായി ജ്വലിച്ചു നിൽക്കുന്ന മഖ്ദൂം പരമ്പരയുടെ സ്മരണാർത്ഥം കേരളത്തിൽ മലബാർ കേന്ദ്രമായി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരിൽ അറബിക് സർവകലാശാല സ്ഥാപിക്കാൻ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന സർക്കാരിനോട് മുന്നേ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. മത, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലകളിൽ 15-16 നൂറ്റാണ്ടുകൾ കേരള ചരിത്രത്തിൽ അതുല്യമായ ഇടം നേടിയ കാലഘട്ടമാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാന നായക ചരിത്രത്തിൽ ഇന്നുവരെ പകരക്കാരനില്ലാത്ത യുഗപ്രഭാവനായ ചരിത്രപുരുഷൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും അദ്ദേഹത്തിൻ്റെ മകനും അധിനിവേശ വിരുദ്ധ പോരാട്ട നായകനുമായ അല്ലാമ അബ്ദുൽ അസീസും കേരളത്തിലെ പ്രഥമ ചരിത്രകാരനുമായ ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും ജീവിച്ചത് ഈ കാലഘട്ടത്തിലാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.